നമസ്കാരം. റഷ്യക്കെതിരെ പുതിയ ആരോപണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യയുടെ നീക്കങ്ങൾ മനുഷ്യത്വരഹിതമെന്നാണ് US പറയുന്നത്. എന്താണ് ഉക്രൈനിൽ റഷ്യ ചെയ്ത അറ്റകൈ? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. റഷ്യ ഉക്രൈൻ സൈനികർക്കെതിരെ രാസായുധങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഉക്രൈനിൽ ക്ലാറോപിക്രിൻ പോലുള്ള കെമിക്കൽ ഏജന്റുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. റഷ്യ ഒപ്പിട്ടിട്ടുള്ള രാസായുധ കൺവെൻഷൻ ഉടമ്പടിയുടെ ലംഘനമാണിതെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങളെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കൊണ്ടാണ് റഷ്യയുടെ മുന്നേറ്റം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് റഷ്യ പ്രതികരിക്കുന്നത്. ക്ലാറോപിക്രിൻ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു രാസായുധമാണ് ഈ പറഞ്ഞ ക്ലാറോപിക്രിൻ. ഇത് ശ്വാസകോശം, അതുപോലെ കണ്ണ്, നമ്മുടെ ചർമ്മം എന്നിവയൊക്കെ അതിവേഗം തകരാറിലാക്കുന്ന ഒരു രാസായുധമാണ്. ഒരു എണ്ണമയമുള്ള പദാർത്ഥമാണ് ഈ പറഞ്ഞ ക്ലോറോപ്രിൻ. കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു ആഗോള നിരീക്ഷക സംഘടനയായ ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് പറയുന്നത്, രാസായുധം മനഃപൂർവ്വം മരണത്തിന് അല്ലെങ്കിൽ അതിന്റെ വിഷഗുണങ്ങളിലൂടെ ദോഷം വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. ഉക്രൈനിൽ റഷ്യ രാസായുധം വിന്യസിക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ തന്നെ റഷ്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2022 മാർച്ചിൽ റഷ്യ അധിനിവേശം ആരംഭിച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ രാസായുധം ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയാൽ പുടിൻ കടുത്ത വില നൽകേണ്ടി വരുമെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. അടുത്തിടെ തുടർച്ചയായി തങ്ങളുടെ സൈന്യം രാസ ആക്രമണങ്ങൾ നേരിട്ടതായിട്ടാണ് ഉക്രൈൻ പറയുന്നത്. CN ടിയർ ഗ്യാസുകൾ നിറച്ച ഗ്രനേഡുകൾ റഷ്യൻ സൈന്യം ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിഷവാതകങ്ങളുടെ സമ്പർക്കം മൂലം കുറഞ്ഞത് 500 ഉക്രൈൻ സൈനികർ ചികിത്സയിലാണ് എന്നും കണ്ണീർവാതകത്തിൽ ശ്വാസം മുട്ടിയ ഒരാൾ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉക്രൈനിയൻ സൈനികർക്കെതിരെ റഷ്യയുടെ രാസായുധമായ ക്ലോറോപിക്രിൻ ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് 91 കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ് കൺട്രോൾ ആൻഡ് വാർഫെയർ എലിമിനേഷൻ ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടുത്ത നടപടികളിലേക്കാണ് കടക്കുന്നത്. റഷ്യയുടെ സൈനിക വ്യാവസായിക അടിത്തറയ്ക്കുള്ള പിന്തുണ തടസ്സപ്പെടുത്തുന്നതിനും ഉക്രൈനെതിരായ യുദ്ധം തുടരുന്നതിന് റഷ്യയുടെ അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ കരുത്ത് കുറയ്ക്കുന്നതിനും അമേരിക്ക ശക്തമായ നടപടികൾ തുടരുമെന്നാണ് വിവരം. റഷ്യ നിയമങ്ങൾ ലംഘിച്ച് രാസവസ്തുക്കളുടെ ഉപയോഗം നടത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും പറയുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരോധിത രാസായുധങ്ങളുടെ റഷ്യൻ ഉപയോഗത്തിൽ നാടകീയമായ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. യുദ്ധത്തിൽ ആരോപിക്കപ്പെടുന്ന രാസായുധ ആക്രമണങ്ങളുടെ 4/1 ഫെബ്രുവരി മാസത്തിലാണ് നടന്നതെന്ന് ഉക്രൈനിയൻ സൈന്യം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫോബ്സിലെ ഒരു ലേഖനം അനുസരിച്ച് ഉക്രൈനിയൻ ജനറൽ സ്റ്റാഫ് ഡിസംബറിൽ 81 രാസാക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ജനുവരിയിൽ ഇത് 229 ആയിട്ട് ഉയർന്നു. അതേപോലെ തന്നെ ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ 250 തവണ കണ്ണീർവാതകം പ്രയോഗിച്ചതായിട്ടാണ് കൈവ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ധാരാളം കണ്ണീർവാതക ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോ റഷ്യ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഉക്രൈനെ എങ്ങനെയും കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് പുടിനുള്ളത്. അമേരിക്ക എന്നല്ല ആര് പറഞ്ഞാലും റഷ്യ പിന്നോട്ട് മാറില്ല എന്നതിന്റെ സൂചനകളാണ് ഓരോ ദിവസവും റഷ്യൻ ആക്രമണത്തിലൂടെ പ്രകടമാകുന്നത്. ഉക്രൈനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക, ഉക്രൈന്റെ പ്രദേശങ്ങളിലെ സൈനികരുടെ എണ്ണത്തെ അങ്ങേയറ്റം കുറയ്ക്കുക, അവരെ നിലംപരിശാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പുടിനുള്ളത്. അതുകൊണ്ട് തന്നെ സൈനികർ മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എങ്ങനെയും ഉക്രൈനെ കീഴടക്കുക, യുദ്ധം അനന്തമായി നീളുമ്പോൾ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് വിജയമുറപ്പിക്കുവാൻ റഷ്യ കിണഞ്ഞു പരിശ്രമിക്കുകയുമാണ്.